ഇറാന്റെ റോക്കറ്റ് പരീക്ഷണമാണ് ചർച്ചയാകുന്നത്. സാറ്റലൈറ്റുകളെ വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് പരീക്ഷണമാണ് ഇറാൻ തിങ്കളാഴ്ച നടത്തിയത്. ഇസ്രായേലുമായി 13 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ച ശേഷം ഇറാൻ നടത്തുന്ന ആദ്യ പരീക്ഷണമാണിത്. ഇസ്രായേലിനൊപ്പം US-ഉം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ മിസൈൽ പരീക്ഷണമെന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ പരീക്ഷണമായിരുന്നു ഇത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് പരീക്ഷണ വിവരം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ ബഹിരാകാശ വ്യവസായത്തിൽ പുതിയ ചില സാങ്കേതിക വിദ്യകൾ വിലയിരുത്തുന്നതിനാണ് ഹാസഡ് ഉപഗ്രഹ വാഹക പരീക്ഷണം നടത്തിയതെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ സംവിധാനങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പരീക്ഷണ ഫലങ്ങൾ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരീക്ഷണത്തെക്കുറിച്ചും റോക്കറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നില്ല. ഇറാൻ ഇടയ്ക്കിടെ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റുകൾ പരീക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് റോക്കറ്റ് പരീക്ഷണം നടത്തിയിരുന്നു. ഖരദ്രാവക ഇന്ധന റോക്കറ്റായ ഹാസഡ് 2020-ലാണ് റവല്യൂഷണറി ഗാർഡ് ആദ്യം പരീക്ഷിച്ചത്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളോടാണ് ഖമേനിയുടെ താക്കീത്. ഇസ്രായേലിനെ സഹായിക്കരുതെന്ന മുന്നറിയിപ്പാണ് എക്സിലൂടെ ഖമേനി മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഗസയിലെ മാനുഷിക സഹായം തടസ്സപ്പെടുത്തരുതെന്നും ഖമേനി ആവശ്യപ്പെടുന്നു. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളുടെ നിശബ്ദതയാണ് ഖമേനിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഖമേനിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ഗാസയുടെ വിഷയത്തിൽ നിശബ്ദരായിരിക്കേണ്ട സമയമല്ല ഇത്. മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. സയനിസ്റ്റ് ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചാൽ അല്ലെങ്കിൽ പലസ്തീനിലേക്കുള്ള സഹായം തടഞ്ഞാൽ അത് ആ രാജ്യത്തിൻ്റെ കീർത്തിക്ക് കളങ്കമാകും. ഖമേനി മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത പട്ടിണിയിലും ദുരിതത്തിലുമാണ് ഗാസ. ഇസ്രായേൽ തുടരുന്ന ഉപരോധം ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. പട്ടിണിയെ മനഃപൂർവ്വം ആയുധമാക്കി ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ 900-ലധികം ഫലസ്തീനികൾ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 6000-ലധികം പേർ അനാരോഗ്യത്തിന്റെ പിടിയിലാണെന്നും മന്ത്രാലയം പറയുന്നു. ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ ജീവരക്ഷാ സഹായങ്ങൾ ഗസയിൽ എത്തുന്നത് തടയുന്നു. ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുടെ അഭാവം മൂലം ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പട്ടിണിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിനാൽ ആശുപത്രികൾക്ക് ചികിത്സിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ ജീവൻ രക്ഷാ സഹായങ്ങൾ ഗസയിൽ എത്തുന്നത് തടയുന്നു. ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവ അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളോട് മന്ത്രാലയം അഭ്യർത്ഥനയിൽ ആവശ്യപ്പെട്ടു.